ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? അൽഹംദുലില്ലാ, എനക്കും മക്കൾക്കും കൂടെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നൊരു ഇഫ ചിക്കനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ചിക്കൻ നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ഏത് പാട്ടായാലും കുഴപ്പമില്ല, ഏത് ഭാഗം ആണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് മന്തി പീസിൻ്റെത് ഇങ്ങനത്തെ ഒരു പീസൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. മന്തി പീസിൻ്റെ കുറച്ച് ചിക്കൻ ഉണ്ടായിന്. അപ്പോൾ ഇതിൻ്റെ എക്സ്പയറൊക്കെ ഡേറ്റൊക്കെ തീരുന്നതിൻ്റെ മുമ്പേ ഈ ട്രെൻഡിങ്ങിൽ തന്നെ എന്ത് സാധനവും ഞാൻ ഉണ്ടാക്കൽ എങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിന്ന് ആസ്വദിച്ച് അതൊക്കെ പോയതിൻ്റെ ശേഷമായിരിക്കും ഞാൻ ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതെന്താക്കി, ഞാനും ഈ ട്രെൻഡിങ് സമയത്ത് തന്നെ ഞാനും ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ മസാല എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിനീഗർ, തൈര്, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഇതൊക്കെ ഇട്ടിട്ട് നല്ല മസാല തേച്ച് പെരക്കിൻ്റെ മെയിൻ എന്താ പറഞ്ഞാൽ നല്ല റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം 2:30 മണി 3 മണിയാകുമ്പോൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് രാത്രി ഒരു 7 മണി ഒരു 8 മണിയാകുമ്പോഴൊക്കെയാണ് ഇത് ബാക്കി ഞാൻ പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അങ്ങനെ മസാല ഒക്കെ തേച്ച് അവിടെ വെച്ചിട്ട് ഞാനിത് കുറച്ച് അതിലേക്കൊരു മയോണീസ്, നമ്മൾ അതിൻ്റെ ഇത് ഉണ്ടാക്കണമല്ലോ, മയോണീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിലേക്കൊരു 3-4 ജില്ലി വെളുത്തുള്ളി, പുഴുങ്ങി വെച്ച 2 മുട്ട, പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടായിന് കേട്ടോ. പിന്നെ അപ്പോൾ അത് ഇതാക്കണം. പിന്നെ ചീസ് മസ്റ്റാണ് കേട്ടോ. ചീസ് മൊസറല്ല ചീസോ പിന്നെ പിസ്സ ചീസോ എന്തായാലും. പിന്നെ ഞാൻ ഫ്രഷ് ക്രീം പെരക്കന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട്, ഇൻഷാല്ലാ ഞാൻ ഇടും കേട്ടോ. ഫ്രഷ് ക്രീമും പിന്നെ ചീസ്, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ട് നമ്മളെന്താക്കുക, മയോണീസ് അടിക്കട്ടെ. അത് അടിച്ച് കഴിഞ്ഞതിന് ശേഷം ചിക്കനൊക്കെ നല്ല പൊരിക്കാനൊക്കെ വെച്ച് നല്ല വെന്തതിൻ്റെ ശേഷം അതിലേക്ക് ഇതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല വെന്തതിൻ്റെ ശേഷം ഇത് തുറക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് വരാൻ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, മസ്റ്റ് ട്രൈ ആണ്, സൂപ്പർ ഉണ്ട്. ഇതിൻ്റെ ഈ മസാല മതി കേട്ടോ നമ്മൾ പൊറോട്ട ദോശ തിന്നാൻ.